കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് പാർട്ടി വിടാൻ ഒരുങ്ങിയ തോമസ് ചാഴികാടൻ ഇതാ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളായിരുന്നു. എനിക്ക് കൃത്യമായും ചങ്ങനാശ്ശേരിയിൽ മത്സരിക്കണം എന്ന ആവശ്യം പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. അത് ശരിവയ്ക്കുമ്പോൾ ജോബ് മൈക്കിൾ വലിയ തോതിൽ ആശങ്കയിലാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ MLA ആണ് നിലവിൽ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ എന്ന നേതാവ്. അദ്ദേഹം വലിയ ശ്രമത്തിനൊടുവിൽ 6000-ഓളം വോട്ടുകൾക്ക് ജയിച്ചു കയറിയതാണ്. ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ കുറി ജോബ് മൈക്കിൾ വലിയ പോരാട്ടം നടത്തിയാണ് ജയിച്ചത്. അതിനു മുമ്പ് അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നത് CF തോമസ് ആയിരുന്നു. മാണിയുടെ വലങ്കൈയായിരുന്ന KM മാണിയുടെ സന്തത സഹചാരിയായിരുന്ന വ്യക്തിയാണ് CF തോമസ്. എന്നാൽ ഇപ്പോൾ നിരവധിയായ അടിയൊഴുക്കുകൾ കേരള കോൺഗ്രസ് എമ്മിനകത്തും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്തും നടക്കുന്നു. ഇതിനിടയിൽ റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയുമായുള്ള എല്ലാ സൗഹൃദവും വിച്ഛേദിക്കാൻ വേണ്ടിയുള്ള നിർണായക നീക്കങ്ങൾ നടത്തുകയാണ് എന്നും അതുമായി ബന്ധപ്പെട്ട് നിരവധിയായ കൂടിയാലോചനകൾ ഫ്രാൻസിസ് ജോർജുമായി ഇടനില നടത്തുന്നു എന്നും വലിയ തോതിൽ റിപ്പോർട്ടുകൾ ഉണ്ട്. രണ്ടില ഉണങ്ങിക്കരിഞ്ഞ് ദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. KM മാണിയുടെ മക്കളിൽ ആരും തന്നെ ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതും എല്ലാ രീതിയിലും രാഷ്ട്രീയ പാരമ്പര്യം ജോസ് കെ മാണിക്കാണ് എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണെന്ന് മാണിയുടെ 5 പെൺമക്കളും ഒരേ സ്വരത്തിൽ പറയുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വാസ്തവത്തിൽ ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷ ജോസ് കെ മാണിയും വലിയ തോതിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടാണ് പാർട്ടിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ ജനങ്ങൾ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത ജോസ് കെ മാണിയെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞു. അതാണ് പാലായിൽ ഗതികെട്ട് നാണം കെട്ട് തോറ്റത്. പിണറായിയുടെ കാരുണ്യത്തിൽ രാജ്യസഭയിൽ കുളിര് കൊള്ളുന്ന ജോസ് മോന് ഇനി കേരളത്തിൽ ഒരിക്കലും കാലുകുത്താൻ കഴിയാത്ത രീതിയിൽ നാണം കെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ രീതിയിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിലെ നിരവധിയായ നേതാക്കൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് ചെല്ലുന്നു. അതിനോടകം തന്നെ കൃത്യമായി മോൻസ് ജോസഫുമായി ചർച്ച നടത്തുന്നു. നിരവധിയായ നീക്കുപോക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പു ജോസഫാണ് ഇപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നാലും PJ ജോസഫിനുള്ള ആധിപത്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കോട്ടയത്തും ഇടുക്കിയിലും ഒരേപോലെ തന്നെ ആധിപത്യമുള്ളത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് തന്നെയാണ്. മൃഗീയ ആധിപത്യം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ചില പ്രാദേശിക വിഷയങ്ങൾ മുൻനിർത്തുമ്പോൾ ജോസ് കെ മാണിക്ക് ആധിപത്യം ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വലിയ കളികൾ നടക്കുന്നുണ്ട്. അതൊക്കെ വെറും പെയ്ഡ് പ്രൊമോഷനായി മാത്രം കണ്ടാൽ മതിയെന്ന് കൃത്യമായി തന്നെ മോൻസ് ജോസഫ് പറയുന്നുണ്ട്. കൃത്യമായി ജോസ് കെ മാണി വിഭാഗത്തിനെ തകർത്തെറിയുക എന്ന ഞങ്ങളുടെ ചിരകാല അഭിലാഷം നടത്തിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മോൻസ് ജോസഫ് പറയുന്നത്. KM മാണി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം സ്വന്തം മകനെ തള്ളി പറഞ്ഞിന് എന്നും കൃത്യമായി തന്നെ ജോസഫ് വിഭാഗ നേതാക്കൾ പറയുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ വലിയ തോതിലുള്ള പ്രശ്ന സങ്കീർണമായ അവസ്ഥ കോട്ടയത്ത് സംഭവിച്ചതാണ്. ഫ്രാൻസിസ് ജോർജ് 88,000-ഓളം വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി: കോട്ടയം പഴയ കോട്ടയമല്ല.